ഇസ്രായേലിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന വ്യാമോഹത്തിലാണ് ഇറാൻ പല ആക്രമണങ്ങളും നടത്തുന്നത്. എന്നാൽ ഈ ആക്രമണം അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നതിലും സംശയമില്ല. വരും ദിവസങ്ങളിൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടന്നാൽ ലോകം മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഒരുങ്ങുന്നത്. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണം എന്നതാണ് വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ഇസ്രായേലിനെയും അമേരിക്കയെയും തകർക്കാൻ പാകത്തിനുള്ള ആയുധങ്ങൾ അത് സജ്ജമാക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇസ്രായേലിലേക്ക് ഖുറാം ഷഹർ 4 എന്ന മിസൈലാകട്ടെ ഇറാൻ വിക്ഷേപിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. റഡാർ കണ്ണുകളെ പോലും വെട്ടിക്കാൻ ഇവർക്ക് ശേഷിയുണ്ട് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ തന്നെ ഇസ്രായേൽ പ്രദേശത്തേക്ക് ഈ ഒരു മിസൈലാകട്ടെ, ഈ ഒരു ഹെവി മിസൈൽ അവിടെ വിക്ഷേപിച്ചതായി തന്നെ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ മിസൈലിന് 1 ടൺ വാർഹെഡ് വഹിക്കാൻ കഴിയും. ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇസ്രായേൽ വ്യോമസേനയുടെ 27ാമത് സ്ക്വാഡ്രൺ ബേസിലേക്ക് ഈ മിസൈൽ വിക്ഷേപിച്ചു എന്നതാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ എന്നാൽ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച ഇറാന്റെ എല്ലാ ബാലിസ്റ്റിക് മിസൈലുകളെയും വ്യോമ പ്രതിരോധ സേന തകർത്തതായി ഇപ്പോൾ IDF വ്യക്തമാക്കുകയും ചെയ്തു. കൂടാതെ തന്നെ ഇറാൻ അവകാശവാദത്തിൽ അവിടെ പരാമർശിക്കുന്നത് പോലെ തന്നെ ഇസ്രായേലി വ്യോമസേനയിൽ 27ാമത് സ്ക്വാഡ്രൺ ഇല്ല എന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന്റെ ഭാഗമായ എയർബേസ് ആകട്ടെ 27 ആയിരിക്കാം ഇറാൻ ഉദ്ദേശിച്ചത് എന്നതും ഇവിടെ 2010-ൽ എന്നേക്കുമായി തന്നെ അടച്ചുപൂട്ടിയതാണ് എന്നതാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇറാന്റെ യുദ്ധവിമാനം നിലം തൊടിക്കാതെ തന്നെ ആകാശത്ത് വെച്ച് പോലും തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. ടെഹ്റാനിൽ വെച്ച് ഇറാനിയൻ വ്യോമസേനയുടെ യാക് 130 ആകട്ടെ ആ യുദ്ധവിമാനം തങ്ങളുടെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടതായിട്ടാണ് ഇപ്പോൾ ഇവർ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് എടുത്തു കാണിക്കുന്ന ഒരു 16 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിലാകട്ടെ ഈ പുറത്തു വന്ന വീഡിയോ ദൃശ്യത്തിൽ അതിർ ജെറ്റ് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൈലറ്റ് ചെയ്ത വിമാനത്തെ ആദ്യമായി തന്നെ എയർ ടു എയർ യുദ്ധത്തിൽ കൊല്ലുന്ന നിമിഷം കാണിച്ചിരിക്കുകയാണ്. ഇറാന്റെ യാക് 130 യുദ്ധവിമാനം വെടിവെച്ചിടുന്നതിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം രംഗത്ത് വന്നത്. അതേപോലെ തന്നെ ടെഹ്റാന് മുകളിൽ വെച്ചുകൊണ്ട് F-35 ആഥർ സ്റ്റെൽത്ത് യുദ്ധവിമാനം ഉപയോഗിച്ചാണ് ഇസ്രായേൽ വ്യോമസേന ഇറാന്റെ യാക് 130 യുദ്ധവിമാനം തകർത്തിരിക്കുന്നത്. യാക് യുദ്ധവിമാനം വെടിവെച്ചിടുന്നതിന്റെ 60 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് ഇസ്രായേൽ വ്യോമസേന സമൂഹ മാധ്യമത്തിലൂടെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ലക്ഷ്യം തകർക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നും ഈ ആക്രമണം ഇനിയും തങ്ങൾ തുടരുമെന്നതാണ് ഈ ഒരു 16 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സന്ദേശത്തിലൂടെ തന്നെ ഒരു ഇസ്രായേലി പൈലറ്റ് പറയുന്നതായി തന്നെ കേൾക്കാൻ സാധിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ആദ്യ യുദ്ധവിമാനം പൈലറ്റിലുള്ള ഒരു യുദ്ധവിമാനത്തെ തന്നെ തകർക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇറാന്റെ കൈവശമുള്ള യാക് 130 റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമാണ്. 1990-കളിലാണ് റഷ്യ ഈ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇറാന്റെ കൈവശമുള്ള പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങളിൽ താരതമ്യേന തന്നെ മികച്ചതെന്ന് കരുതാവുന്നത് ആ വിധത്തിലുള്ള യുദ്ധവിമാനമാണ് യാക് 130. ഇതിനു പുറമെ തന്നെ F-4, F-5 തുടങ്ങിയ പഴയ യുദ്ധവിമാനങ്ങളാണ് ഇറാൻ വ്യോമസേനയുടെ പക്കലുള്ളത് എന്നതാണ് മറ്റൊരു റിപ്പോർട്ടായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.